ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞങ്ങൾക്ക് വേറൊരു തീരുമാനമുണ്ട്. എന്ത്? വരുണിനും ജാതികയ്ക്കും മണിയറും ഒരുക്കുന്ന ഞങ്ങളാ. മുത്തശ്ശി അതിനുള്ള അനുവാദം തരണം. അത് വേണോ മക്കളെ? കോരിക്കൊടുക്ക്. രണ്ടാളും കൂടി ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഇനി നാണമാകുന്നു എന്നുള്ള കളി കളിച്ചാലുണ്ടല്ലോ. കൊടുക്കുമോളെ. അല്ല, മതിയാക്കിയോ? രാധിക മോളെ ഇത്രയും കാലം കൺമുന്നിൽ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പഴാ ഇത്രയും സുന്ദരിയായിട്ട് തോന്നുന്നു. അത് ചുമ്മാ പറയുന്നോ? അതെന്തുകൊണ്ടാണെന്ന് അറിയോ പത്മിനി? ഇത്രയും കാലം നീ രാധികയെ നോക്കിക്കൊണ്ടിരുന്നതേ ഇഷ്ടമില്ലായ്മയോടെ. ഇപ്പൊ നോക്കുന്നത് ഇഷ്ടത്തോടെ. അതാ അതിന്റെ വ്യത്യാസം. അതെ, മനസ്സുകൊണ്ട് മകളായിട്ട് അംഗീകരിച്ചപ്പോ സൗന്ദര്യവും ഐശ്വര്യവും ഒക്കെ കൂടിയിട്ടുണ്ട്. പരമേശ്വര, വരുണിന്റെ ഐശ്വര്യത്തിന് വേണ്ടി എന്നും പ്രാർത്ഥിച്ചതും കഷ്ടപ്പെട്ടതും വ്രതമെടുത്തതും രാധിക മോള. പ്രിയങ്ക മടിച്ചു നിന്ന പല കാര്യങ്ങളും അവള് വരുണിനു വേണ്ടി ചെയ്തു. അതൊക്കെ ദൈവം കാണുന്നുണ്ടായിരുന്നു. അതിനെന്താ അമ്മേ, മോള് വരുണിനു വേണ്ടി ചെയ്ത എല്ലാ നല്ല കാര്യങ്ങൾക്കും നമ്മൾ സ്നേഹം കൊണ്ട് ഇപ്പൊ പ്രതിഫലം കൊടുത്താ പോരെ? ഈ സ്നേഹം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാലേ എല്ലാവരും ഒരു വീഴ്ചയില്ലാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സൂര്യൻ അത് ഞങ്ങളെ രണ്ടുപേരെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്ന് മനസ്സിലായി. പക്ഷേ ഞങ്ങൾക്ക് വേറൊരു തീരുമാനമുണ്ട്. എന്ത്? വരുണിനും ജാതികയ്ക്കും മണിയറും ഒരുക്കുന്ന ഞങ്ങളാ. മുത്തശ്ശി അതിനുള്ള അനുവാദം തരണം. അത് വേണോ മക്കളെ? ഇതാ ഇവിടുത്തെ കുഴപ്പം. മനസ്സറിഞ്ഞു ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിയ അപ്പൊ തുടങ്ങും ഞങ്ങള് സംശയം. പിന്നെ എങ്ങനെയാ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നത്? എന്നാ പിന്നെ അങ്ങ് സമ്മതിച്ചു കൊടുക്കമ്മേ. കുടുംബത്തിലുള്ള രണ്ട് പെണ്ണുങ്ങളുടെ ആഗ്രഹമല്ലേ? പരമേശ്വരൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അംഗീകരിക്കാം. പക്ഷേ എന്തെങ്കിലും ഒരു വീഴ്ച പറ്റിയാലുണ്ടല്ലോ. എന്ത് വീഴ്ച വരാനമ്മേ? ഇത് വലിയ കെട്ടിടം കെട്ടിപ്പൊക്കാനൊന്നും അല്ലല്ലോ. ഒന്ന് അലങ്കരിച്ച പോരെ? മതി മതി. എന്നാ പിന്നെ നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നോക്കിക്കോ. ശരി അമ്മേ. വാ ചെറിയമ്മേ. അല്ല, ഈ മനസ്സ് മാറിയെന്ന് അവര് പറയുന്നത് സത്യമാണെങ്കിലേ രാധികയുടെ വരവിന് ഇതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെയില്ല.
മണവാളന്റെയും മണവാട്ടിയെയും മണിയറ ഒരുക്കുന്നത് നമ്മൾ രണ്ടുപേരുമാ. നമുക്ക് ഒരുക്കി കൊടുക്കാൻ ചെറിയമ്മേ. പക്ഷേ നമ്മൾ ഒരുക്കുന്ന മണിയറയാകുമ്പോ അതവർക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒന്നായിരിക്കണം. വേണ്ടേ? വേണം വേണം. അതിനെന്താ ഒരു മാർഗം? ആ, മാർഗമുണ്ട്. ആർക്കാ? അതൊക്കെ ഉണ്ട്. ഹലോ കൽപ്പന. ആ ഗൗതം, നീ ഇപ്പൊ എവിടെയാ? ഇവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടോ? അടുത്തില്ല, ഒരു 10-15 കിലോമീറ്ററിനുള്ളിലുണ്ട്. ആ, എങ്കി അത്യാവശ്യമായിട്ട് കണിമംഗലത്തേക്കൊന്ന് വാ. എന്തു പറ്റി? ഞാനും ചെറിയമ്മയും വരുണനും ജാതികയ്ക്കുള്ള മണിയറ ഒരുക്കാൻ പോവാ. അത്യാവശ്യമായിട്ടൊരു സാധനം വേണമായിരുന്നു. അതാ ഗൗതമിനെ വിളിച്ച്. എന്താ വേണ്ടതെന്ന് പറയ്, ഞാൻ കൊണ്ടുവരാം. എവിടെ നിന്നെങ്കിലും ഒരല്പം നായ്ക്കരണ പൊടി കിട്ടൂ. നായ്ക്കറിന് പൊടിയോ? അതെ, ഒന്ന് തൊട്ടാ ഒരു ദിവസം മുഴുവൻ ചൊറിച്ചിൽ അവസാനിക്കാത്ത നായ്ക്കരണ പൊടി. ആ, അത് സംഘടിപ്പിക്കാം. എന്നാ പിന്നെ ഇന്ന് വിവാഹിതരായ ദമ്പതികൾക്കുള്ള പ്രസന്റ് ആയിട്ട് താൻ അത് കുറച്ച് വാങ്ങിച്ചോണ്ട് വാ. പെട്ടെന്ന് തന്നെ വേണം. ഓക്കെ? പറഞ്ഞ സാധനവും വാങ്ങി ഗൗതം ഇപ്പൊ വരും. എന്നാലേ നമുക്ക് അലങ്കാരങ്ങൾ തുടങ്ങാം. എന്താ ചെറിയമേ? പണ്ടൊരിക്കൽ ഈ നായ്ക്കരണ പൊടി എന്റെ ശരീരത്തിൽ ചെറുതായിട്ടൊന്ന് വീണിട്ടുണ്ട്. എന്റെ അമ്മോ, പിന്നൊരു 3 ദിവസം എന്റെ ശരീരത്തിൽ മാന്തി പറിച്ച പാടുണ്ടായിരുന്നു. ആ, അങ്ങനെയാണെങ്കിലേ നമ്മുടെ കൊച്ചുങ്ങളെ നമുക്ക് നായ്ക്കരണ പൊടിയിലങ്ങ് കുളിപ്പിച്ച് കിടത്താം. ഇത് കണിമംഗലം സ്പെഷ്യൽ.